Good morning. This slide is about accounting boards. In this PPT, we will be talking about International Accounting Standard Council, International Accounting Standard Board, and about NFR. Okay, we'll start from the slide onwards. And now about International Accounting Standard Committee, IASC. ഈ കമ്മിറ്റി പറയുമ്പോൾ ഹിസ്റ്ററി നല്ലോണം പിന്നെ പോകണം അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സിന്റെ ഒരു സ്റ്റാൻഡേർഡ്സിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം the main purpose of accounting is to provide information to internal and external users. പക്ഷെ ഡിഫറെന്റ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സും പ്രാക്ടീസസും ഫോളോ ചെയ്യുന്നതുകൊണ്ട് there was a lot of difficulties. ഇതൊരു 1904 ഫസ്റ്റ് ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് അക്കൗണ്ടൻസിന്റെ ഒരു ഇതിൽ തന്നെ ഒരു മീറ്റിംഗിൽ തന്നെ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തുടങ്ങി. US ഇനീഷ്യേറ്റീവ് എടുത്തു. ഒരു കോമൺ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൽസ് ആൻഡ് പോളിസീസ് നെസസറി ആണെന്ന് മനസ്സിലാക്കുക. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൽസ് ഗാപ്പ് എന്ന് നമ്മൾ പറയുന്ന ആ പ്രിൻസിപ്പിൾസ് ജനറലി എല്ലാ കൺട്രീസും ഫോളോ ചെയ്യാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ ഗ്യാപ്പ് വാസ് വെരി ലീനിയന്റ്. ഗ്യാപ്പ് ഏത് കൺട്രിയാണോ ഗ്യാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഗ്യാപ്പിന് കുറെ എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ തുടങ്ങി. ഗ്യാപ്പിൽ അതിനുള്ളൊരു പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. The Great Depression of 1929 forced the accounting professionals rethink about common accounting rules. US and മുന്നിലേക്ക് വന്നു, followed by UK, Australia, Canada and other developed countries. They agreed that there should be a harmonized accounting standard. അതുകൊണ്ട് തന്നെ ഇപ്പോൾ the first and formal accounting standard ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ it is in United States in 19. Due to this increase in malpracticing in accounting, the increase in failure of business units, there was a great demand for a standardized accounting practice. അതുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ടൻസ് ഇന്റർനാഷണൽ സ്റ്റഡി ഗ്രൂപ്പ് 1967 അവർ ഒത്തുചേരുകയും and purpose of maintaining a uniformity in accounting principles. 29th June 1973 committee is known as International Accounting Standard Committee. Committee secretariat and headquarters London lairunnu. Agreement to form the IASC was signed by 16 accounting bodies from 9 nations. Join ചെയ്തു. ഈ 9 nations എന്ന് പറയുന്നത് USA തുടക്കത്തിലുണ്ടായിരുന്നവര്, USA, കാനഡ, UK, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, നെതർലാൻഡ്സ് ആൻഡ് മെക്സിക്കോ. ഇതായിരുന്നു ഈ കമ്മിറ്റിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ to formulate and publish accounting standards and to promote their worldwide acceptance and observance so that there will be a harmonized accounting structure. ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം ഫോർമുലേറ്റ് ചെയ്യുക, അത് പബ്ലിഷ് ചെയ്യുക, ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഇത് തന്നെ ഫോളോ ചെയ്യാൻ അവരെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക. നാച്ചുറലി അവരത് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കൺട്രീസിൻ്റെയും ഒരു ഹാർമോണൈസ്ഡ് അക്കൗണ്ടിങ് സ്ട്രക്ചർ വരും. ഈ അഗ്രിമെന്റ് അവർ പിന്നെ റിവൈസ് ചെയ്തു. പിന്നീട് കാലം ചെല്ലുമ്പോൾ അവർ റിവൈസ് ചെയ്തിട്ടുണ്ട്. ICAI ഇന്ത്യയിലെ 2 അക്കൗണ്ടിങ് ബോഡീസ്, ICAIയും ഇപ്പോഴത്തെ പണ്ടത്തെ ICWAI, ഈ 2 പ്രൊഫഷണൽ ബോഡീസ്, അക്കൗണ്ടിങ് ബോഡീസ് ഈ ഇതിലേക്ക് പിന്നീട് ജോയിൻ ചെയ്യും. ഈ കമ്മിറ്റിയിൽ പോയിട്ട് മെമ്പറായിട്ട് ഈ 2 ഒരു മെമ്പറായിട്ട് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ IASC ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി
ഇഷ്യൂ ചെയ്ത സ്റ്റാൻഡേർഡ്സിന്റെ പേരാണ് IAS, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അവര് IAS 1 മുതൽ IAS 41 വരെ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IAS 1 എന്ന് പറഞ്ഞാൽ പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, IAS 2 ഇൻവെന്ററീസിനെ കുറിച്ചാണ്, IAS 5 റീപ്ലേസ്മെന്റ്സിനെ കുറിച്ചാണ്, IAS 7 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട്. സോ നാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റേണ്ടത് IAS സ്റ്റാൻഡേർഡ്സ്, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എഴുതിയ, ഡ്രാഫ്റ്റ് ചെയ്ത്, റിവ്യൂ ചെയ്ത്, അത് 41 സ്റ്റാൻഡേർഡ് ആക്കി വേൾഡിന് മുമ്പിൽ പ്രസന്റ് ചെയ്ത കമ്മിറ്റിയാണ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. Now to the next slide. Now comes International Accounting Standard Board. തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ആയിരുന്നു, IASE ആയിരുന്നു. Now this slide is about International Accounting Standard Board, IASB. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നേരത്തെ പറഞ്ഞു IAS ഫോർമുലേറ്റ് ചെയ്തത്, ഇഷ്യൂ ചെയ്തത് IASC ആയിരുന്നു. And this standard was followed from 1973 to 2001. പക്ഷേ on April 1st, 2001, ഇത് ഈ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഇതിനെ റീനെയിം ചെയ്തു, ഇതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് അതിന് പുതിയ പേര് വാസ് റീനെയിംഡ് ആസ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഏപ്രിൽ 2001 മുതൽ IASC എന്ന് പറയുന്ന അത് നിന്നും പോയി ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് നിലവിൽ വരികയും പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ റീഫ്രെയിം ചെയ്ത് പുതിയ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൊണ്ടുവരുന്നത് ഈ IASB ആണ്. IASB proposed guidelines on topics for which there was no clear-cut international accounting standards. IAS എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്സിന് എവിടെയൊക്കെയാണോ സൈലന്റ് ആയിരുന്നത്, പിറ്റ്ഫോൾസ് ഉണ്ടായിരുന്നത് ഒക്കെ റീഫ്രെയിം ചെയ്ത് പുതിയ സ്റ്റാൻഡേർഡ്സ് IASലെ നല്ല സ്റ്റാൻഡേർഡ്സ് റീറ്റെയിൻ ചെയ്ത് പുതിയ സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു IASB. ഈ IASB ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഫ്രെയിം ചെയ്യുന്ന എല്ലാ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെയും പേരാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം, ഇൻ ഷോർട്ട് IFRS. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് 2001 ആണ് ഫോം ചെയ്ത്. ഇവര് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സിന്റെ പേരാണ് IFRS. April 2001, IASB announced that it would adopt all the international accounting standards issued by IASC. പക്ഷെ ഇത് റീഫ്രെയിം ഒരു സ്റ്റാൻഡേർഡ് നിലവിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഓരോ സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സിൽ കൂടെയൊക്കെ പോയതിനു ശേഷം മാത്രമേ പുതിയ സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ IASB ഇസ് എ കമ്മിറ്റി, ഒരു കമ്മിറ്റിയാണ്. ആൻഡ് ഇങ്ങനെ ഈ കമ്മിറ്റി ഫോം ചെയ്തതിന് ശേഷം അവര് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യും. അതിന് ഒരുപാട് ഗ്രൗണ്ട് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുക. പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യും, എവിടെയാണ് ഒരു പ്രോബ്ലം ഉള്ളത്, ആ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ട് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തെടുക്കും. ഒരു ഡിസ്കഷൻ മെമ്മറാൻഡം പബ്ലിഷ് ചെയ്യും, defining the issues and possible alternative solutions ചോദിക്കും. അതേപോലെ ഒരു പബ്ലിക് ഹിയറിംഗ് കണ്ടക്ട് ചെയ്യും. ഇൻഡസ്ട്രിയലിസ്റ്റിനോടും പ്രൊഫഷണൽ അസോസിയേറ്റ്സിനോടും അക്കാഡമിക്സിനോടും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറയും. അങ്ങനെ ഡിസ്കഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു എക്സ്പോഷർ ED ആണ് ഷോർട്ട് ഫോമിൽ അതിനെ പറയാം, ഒരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യും. ഈ എക്സ്പോഷർ ഡ്രാഫ്റ്റ് വേണം പിന്നീട് റിവൈസ് ചെയ്യുകയൊക്കെ ചെയ്യും. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്ന് അതിനുശേഷമാണ് then a standard is introduced. ഇനി അതിനുശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം
വേറെ ഏതെങ്കിലും സ്റ്റാൻഡേർഡ്സിനെ റീപ്ലേസ് ചെയ്യോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്യും. മാത്രമല്ല ഇത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഭംഗിയായിട്ട് ഇതിനെ ഗൈഡ് ചെയ്ത് ഇന്റർപ്രിട്ടേഷനും കൊടുക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് പ്രൊമോട്ട് ദ യൂസേഴ്സ്. എല്ലാവരോടും എല്ലാ കമ്പനീസിനോടും ഇത് യൂസ് ചെയ്യാനും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ്സിന്റെ ഒരു ഡയറക്ഷൻസ് ഫുള്ള് ആ ബോർഡ്, ഏത് ബോർഡാണോ അത് ഇഷ്യൂ ചെയ്ത് ആ ബോർഡ് അത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. In the development of IFRS, the IASB takes the help and advice of several study groups. അതുകൊണ്ട് തന്നെ IASB is taking a leading role in the development of IFRS. Now coming to the last accounting body, that is NFRA, National Financial Reporting Authority. This is constituted in India. NFRA is a body constituted under the provisions of Section 132 of the Companies Act 2013. Companies Act ഒരു അക്കൗണ്ടിംഗ് ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. ഭാഗമായി 1st October 2018, the central government decided to constitute a new authority, and the authority is known as National Financial Reporting Authority. It's a very new thing. നമ്മൾ അക്കൗണ്ടിംഗ് 2018 നടന്ന വലിയൊരു കാര്യമായിരുന്നു ദ ഫോർമേഷൻ ഓഫ് NFRA. NFRA എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നീഡ് ഫോർ ഇങ്ങനൊരു ആവശ്യം എന്തായിരുന്നു? ICAI പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ നിലവിലുള്ളപ്പോൾ വാട്ട് വാസ് ദ നീഡ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ ചിന്തിക്കണം. ബട്ട് ദ ബേസിക് നീഡ്, കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ റെഗുലേഷൻ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആ സമയത്ത് സത്യം സ്കാം, അതേപോലെ നിരവ് മോഡി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഒരുപാട് ഫൈനാൻഷ്യൽ ഡിസ്ക്രിപ്പൻസീസ് അവരുടെ കമ്പനികളിൽ നടക്കുകയൊക്കെ ചെയ്തപ്പോൾ we understood that India understood that there is a need for introducing new regulating authorities. Regulating authorities വേണം, ഒന്നും കൂടി ട്രാൻസ്പാരൻസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും ഫെയർ ഡിസ്ക്ലോഷർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ആവശ്യമാണെന്ന് തോന്നി. അതേപോലെ തന്നെ നോൺ പെർഫോമിംഗ് അസറ്റ്സ്, വളരെയധികം ബാങ്ക്സിന്റെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഒരുപാട് കൂടുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു. ഒരു അലാമിംഗ് ലെവലിൽ തന്നെ ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ ടാക്സ് ഇവേഷൻസ് ധാരാളം ഇന്ത്യയിൽ നടക്കുന്നു. അതേപോലെ മേജർ ഇക്കോണമീസ് മറ്റുള്ളൊരു ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് റെഗുലേറ്റേഴ്സ്, ആൻഡ് ദെർഫോർ ഇന്ത്യക്ക് അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് റെഗുലേറ്റേഴ്സ് വേണം എന്ന് മനസ്സിലാക്കുക. കറന്റ് റെഗുലേറ്റർ ഓഫ് ഓഡിറ്റേഴ്സ് ആൻഡ് ഓഡിറ്റിംഗ് ഫേംസ് ICAIക്ക് ഒരു ലിബറൽ അപ്രോച്ച് ഉണ്ട് എവിടെയോ എന്ന് തോന്നിയിട്ട് our Prime Minister CA Day program 2017 അനൗൺസ് ചെയ്യാണ് ചെയ്ത് അറ്റ് ദി ഏർലിയസ്റ്റ് ഇങ്ങനെ ഒരു അതോറിറ്റി ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്ന് പറയുകയും April 2008 1st October 2018 NFRA കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. The role of NFRA നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെയാണ് NFRAയുടെ റോളും ഫങ്ഷൻസ്. The aim of central government in this regard for constituting this NFRA was to set up a separate and independent regulatory body to assist in the framing and enforcement of legislation related to accounting and auditing. Insurance case ERDA, അതുപോലെ തന്നെ ഒരു റെഗുലേറ്ററി അതോറിറ്റി വാസ് നീഡഡ് ഇൻ ദി ഏരിയ ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. ആ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആണ് ഈ പറയുന്ന NFRA എന്ന് പറയുന്നത്. And not only that, the aim was to improve the investors and the public confidence in the financial reporting of an entity. ഒരുപാട് സ്കാമുകൾ, കമ്പനികൾ പൊളിഞ്ഞു പോവുകയും ഗവൺമെന്റിന് ഒരുപാട് നഷ്ടമൊക്കെ വരുന്ന സമയത്ത് ഗവൺമെന്റിന് എവിടെ ICAIയുടെ റോളിൽ ഈ ഒരു ലീനിയൻസി കൊണ്ടു എന്ന് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു റെഗുലേറ്ററി അതോറിറ്റി കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NFRAയുടെ റോൾ അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ദ ഫോളോയിങ് റെസ്പോൺസിബിലിറ്റീസ്. വൺ ഓഫ് ഇറ്റ്സ്
responsibility is to make recommendations to the central government on the formulation and laying down of auditing policies. Central government recommendations കൊടുക്കുക. Monitor and enforce whether the accounting standards and auditing standards are in compliance. പറയുന്ന സ്റ്റാൻഡേർഡ്സിൽ പറയുന്ന പോലെ തന്നെയാണോ ഇത് കംപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പനീസ്. ആൻഡ് ഓൾസോ ടു ഓവർസീസ് ദ ക്വാളിറ്റി ഓഫ് സർവീസ് ഓഫ് ദി പ്രൊഫഷണൽസ്. ഓഡിറ്റേഴ്സിന്റെ ക്വാളിറ്റി, അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്ത് അത് ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് അവർ കൊടുക്കുമ്പോൾ അതിലൊരു ക്വാളിറ്റി വർക്ക് നമ്മളതിൽ ഉണ്ടാവണം, വിശ്വസിക്കുകയാണ് അതിനെ. അപ്പൊ അതുകൊണ്ട് ഓഡിറ്റേഴ്സിന്റെ CFOസിന്റെ വർക്കിൽ അതിനെ ഒന്ന് ഓവർസീ ചെയ്യാം. അതേപോലെ സജസ്റ്റ് മെഷേഴ്സ് റിക്വയർഡ് ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ ദി ക്വാളിറ്റി ഓഫ് സർവീസ്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, perform such other functions related to all the accounting and auditing procedures. അതിനോട് റിലേറ്റ് ചെയ്ത എന്തൊക്കെയാണോ റെഗുലേഷൻസ് കൊണ്ടുവരുന്ന അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്, നാഷണൽ അഡ്വൈസറി കമ്മിറ്റിയാണ് റീപ്ലേസ് ചെയ്യാണ് ചെയ്തത്. എന്നിട്ടാണ് ഇത് പേര് വന്നത് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. ഇത് ഫോർ വൺസ് മോർ, ഓൾറെഡി ദർ വാസ് എ നാഷണൽ അഡ്വൈസറി കമ്മിറ്റി. ഇതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി വന്നത്. Now there is no NAC, നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഇപ്പൊ നിലവിലില്ല എന്നുള്ളതാണ്. Which companies will be covered by NFRA? ഏതിന്റെ മുകളിലൊക്കെയാണ് മോണിറ്റർ ചെയ്യാനുള്ള പവർ NFRAക്ക് ഉള്ളത്? NFRA shall have the power to monitor and enforce compliance with accounting standards, auditing standards, oversee the quality, undertake an investigation of the auditors of the following classes of companies and body corporates. ഒന്ന്, companies whose securities are listed on any stock exchange in India or outside India. എല്ലാ listed companies. Unlisted public companies having paid up capital of rupees 500 crore or more, or turnover of rupees 1000 crores or more, or aggregate outstanding loan or debenture deposit is 500 crores or more. And thirdly, it can monitor the performance of insurance companies, banking companies, and companies engaged in the generation of supply of electricity. Not only that, fourthly, companies governed by any special act like RBI Act, governed in the SBI Act, LIC, Unit Trust of India, അതേപോലെ തന്നെ other body corporates, associate subsidiary which is having branches outside India, and income or net worth of which is more than 20% of the consolidated income of the foreign company. Any company or body corporate or person referred to NFRA by the central government. So, we are concluding one presentation. ഈ പ്രസന്റേഷനിൽ നമ്മൾ കണ്ടത് ഒരുപാട് ബോർഡുകൾ, അക്കൗണ്ടിംഗ് ബോർഡുകളുണ്ട്. നമ്മൾ ബിഗിനിങ് പറഞ്ഞു തുടങ്ങി. നമ്മൾ IASC, IASB, അതേപോലെ തന്നെ ഈ പുതിയ പറഞ്ഞ NFRA എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്. എന്തായാലും ഒരു കാര്യം ഈ PPT-യിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറയാം. IASB ഫോർമുലേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സിന്റെ പേരാണ് IFRS എന്ന് പറയുന്നത്. സോ നാളെ അടുത്ത സ്ലൈഡ് തൊട്ട് പ്രസന്റേഷൻ, PPT പ്രസന്റേഷൻ തൊട്ട് നമ്മൾ IFRS എന്ന് പറയുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് അതിനെ കുറിച്ചിട്ടുള്ള പ്രസന്റേഷൻസ് അടുത്ത PPT-യിൽ